ഞാൻ നേരെ ദുബായി കയറിപ്പോകുന്നത്. ദുബായി കയറിപ്പോയിട്ട് അവിടെ ഈ പറഞ്ഞ കൊളാവെന്ന് പറഞ്ഞിട്ട് ചേട്ടാ ശരിക്കും പറഞ്ഞാൽ രേണുസുതിയെ പോലെ എനിക്ക് പറയാതിരിക്കാൻ വയ്യ. രേണുസുതിയെ പോലെ ഞാൻ ബാറുകളിൽ പോയിരിക്കുക. എനിക്ക് ഈ ലോകം അറിയത്തില്ല. ദുബായിൽ നമ്മളൊരു ഫ്രണ്ട് വഴി ഞാൻ പോവുകയാണ്. ദുബായിൽ അല്ല, എന്തിനാണ് ഇപ്പോൾ രേണുവിനെ ഇതിൻ്റെ അകത്ത് പിടിച്ചിട്ടത്? എല്ലാവർക്കും നമസ്കാരം. സജ്ന നൂറിന്റെ കഴിഞ്ഞ ദിവസത്തെ ഒരു ഇന്റർവ്യൂ വന്നിരുന്നു. അതിൻ്റെ അകത്ത് രേണുസുതിയുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് മാത്രമല്ല, ഇവർ പറയുന്നത് ബാറിൽ പോയി കുത്തിയിരുന്ന് കഴിഞ്ഞാൽ 500 ദിർഹം കിട്ടുമെന്ന്. അപ്പൊ രേണു അവിടെ പോയി ഇരുന്ന് 500 രൂപ മേടിച്ചു എന്ന രീതിയിലാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഇവർ ഇന്റർവ്യൂ കൊടുത്തത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന സജ്ന നൂറും അതോടൊപ്പം തന്നെ ഫിറോസും തമ്മിലുള്ള ആ ഒരു ബന്ധത്തിന്റെ ഇടയിൽ ഉണ്ടായ വിഷയങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയ വലിയ രീതിയിൽ ചർച്ചയുണ്ടാകുന്നുണ്ട്. അത് മാത്രമല്ല, ഈ പൂക്കുറ്റി എന്ന് പറയുന്ന ഒരു പൂക്കുറ്റി മോൻ ഇതിന്റെ ഇടയിൽ കയറുന്നുണ്ട്. പുള്ളിക്കാരൻ ഓസ്കാർ ഒക്കെ കിട്ടിയതാണ്. പക്ഷെ പുള്ളിക്ക് ഓസ്കാർ കിട്ടേണ്ടത് അതിനല്ല, ഈ വിഷയവുമായി ബന്ധപ്പെട്ടാണ് പുള്ളിക്ക് ഓസ്കാർ കിട്ടേണ്ടത്. പുള്ളിക്ക് മാത്രമല്ല ഓസ്കാർ കൊടുക്കേണ്ടത്, ഈ സജ്ന നൂറിനും ഓസ്കാർ കൊടുക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, മിനിറ്റ് കൊച്ചുങ്ങളെ ഉണ്ടാക്കുന്നു, എന്നിട്ട് അതിനെ ഇല്ലാണ്ടാക്കി കളയുന്നു. ആ ലെവലിലാണ് അവരുടെ പോക്ക്. എന്തായാലും ഇവര് 1 മണിക്കൂറോളം മേളിലുണ്ടായ ഇന്റർവ്യൂ കേട്ടോ. മറുനാടൻ ചാനലിലാണ് ഇന്റർവ്യൂ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ പോയി കണ്ടു നോക്കണം. ഓക്കെ, അതിൻ്റെ അകത്ത് ഇവർ ഈ പറയുന്ന കുറ്റം മൊത്തം ഫിറോസിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് പറയുന്നത്. പക്ഷേ ആ ഇന്റർവ്യൂ കേട്ട് കഴിഞ്ഞാൽ എവിടേക്കോ കള്ളങ്ങൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നതായിട്ടാണ് നമുക്ക് അതിൽ നിന്ന് കാണാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും പഠിച്ചു വന്ന് പറഞ്ഞ പല കാര്യങ്ങളും നമുക്ക് കേൾക്കുമ്പോൾ അത് കള്ളമാണെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും ആ ഇന്റർവ്യൂ എടുത്തവൻ ചിരിക്കാതിരുന്ന് ഇന്റർവ്യൂ എടുത്തത് തന്നെ വലിയ കാര്യമാണ്. എന്തായാലും ഇവിടെ രേണുസുതിയെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ ആദ്യം തന്നെ കേൾക്കാം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളിലേക്ക് പോകാം. ദുബായിൽ നമ്മളൊരു ഫ്രണ്ട് വഴി ഞാൻ പോവുകയാണ്. ദുബായിൽ ജോലിയല്ല, കൊളാബ്. ഞാനിപ്പം ആ ബിഗ് ബോസിന് ഇറങ്ങിയതല്ലേ ഉള്ളൂ. അപ്പോൾ കൊളാബ് വർക്ക് ആ സമയത്ത് ഷോപ്പ് വിസിറ്റ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് കുറേ നല്ല വർക്കുകൾ കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ദുബായിലൊരു ഫ്രണ്ടിൻ്റെ ഫ്രണ്ടാണ്. പുള്ളിക്കാരെ വിശ്വസിച്ച് ഞാൻ ഇവിടെ നിന്നുള്ള പൈസയും കടം മേടിച്ച് അവിടെ നിന്ന് ഇവിടെ നിന്നെല്ലാം കടം മേടിച്ചിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് പോകുന്നത്. 30,000 35,000 ഒന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതും മേടിച്ചുകൊണ്ടാണ് ഞാൻ നേരെ ദുബായി കയറി പോകുന്നത്. ദുബായി കയറിപ്പോയിട്ട് അവിടെ ഈ പറഞ്ഞ കൊളാവെന്ന് പറഞ്ഞിട്ട് ചേട്ടാ ശരിക്കും പറഞ്ഞാൽ രേണുസുതിയെ പോലെ എനിക്ക് പറയാതിരിക്കാൻ വയ്യ. രേണുസുതിയെ പോലെ ഞാൻ ബാറുകളിൽ പോയിരിക്കുക. കൊളാബ് എന്ന് പറഞ്ഞുകൊണ്ട് രേണുസുതി പോയി ബാറിൽ ഇരിക്കുന്നത് പോലെ പുള്ളിക്കാരിയും പോയി ഇരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ കൊളാബിന്റെ പേരിൽ ഈ രേണുസുതി പോയി ബാറിൽ പോയി കുത്തിയിരിക്കുന്നത് ഇവർക്കറിയാം. അത് കൃത്യമായിട്ട് അറിയാവുന്നത് കൊണ്ടാണല്ലോ ഇവർ ഇത് പറയുന്നത്. അത് മാത്രമല്ല, ഈ ദിയാസന ഇതിന്റെ അകത്തുള്ള ഒരു കളി ഉണ്ട്, അതും ഇവർ പറയുന്നുണ്ട്. എന്തായാലും ഇവർ പറയുന്ന ബാക്കി കാര്യങ്ങളൊക്കെ കേട്ട് നോക്ക്. അവിടെ പോയി കുത്തിയിരുന്ന് കഴിഞ്ഞാൽ 500 ദിർഹം കിട്ടും. അതുകൊണ്ടായിരിക്കണം ഈ പറയുന്ന രേണുസുതി അവിടെ പോയി ഈ ബാറിൽ പോയി കുത്തിയിരിക്കുന്നത്. അത് മാത്രമല്ല, അവിടെ വേറെ കാര്യങ്ങളോട് സംഭവിക്കുന്നുണ്ട്, അതും ഇവര് പറയുന്നുണ്ട്. അതോട് കേട്ടു. രേണുസുതിയെ പോലെ ഞാൻ ബാറുകളിൽ പോയിരിക്കുക. എനിക്ക് ഈ ലോകം അറിയത്തില്ല. ആദ്യമായിട്ടാണ് ഞാൻ വിദേശത്ത് പോകുന്നത്. എനിക്ക് ഫ്ലൈറ്റ് ഇരുന്നിട്ടില്ല ഞാൻ ഇന്ന് വരെ. അല്ല പറയട്ടെ, ഞാൻ ആദ്യമായിട്ടാണ് ഫ്ലൈറ്റിൽ ഇരിക്കുന്നത്. ഞാൻ ഇന്ന് വരെ ദുബായി എന്ന് പറഞ്ഞ സാധനം കണ്ടിട്ടില്ല. ഫ്ലൈറ്റിൽ പോലും ഞാൻ കയറിയിട്ടില്ല. ഫ്ലൈറ്റിൽ ഞാൻ കയറിയിട്ടുണ്ട്. നമ്മൾ സൂര്യജോടി സൂപ്പർ ജോഡി എന്ന് പറഞ്ഞ ഇന്റർനാഷണൽ ലെവലിലൊന്നും ഞാൻ പോയിട്ടില്ല. ആദ്യമായിട്ട് അവിടെ പോകുന്നു. എനിക്ക് അറിഞ്ഞുകൂടാ അവിടുത്തെ ലാംഗ്വേജ്. ഇവർ അപ്പോൾ ഈ കുറച്ച് മലയാളീസ് പുള്ളിക്കാരി എല്ലാം അവിടെ നിൽക്കുന്നുണ്ട്. പുള്ളിക്കാരി എൻ്റെ അടുത്ത് പറഞ്ഞു, കുഞ്ഞു ബാറിൽ പോയി ഗസ്റ്റായിട്ട്, മലയാളി ബാറിൽ പോയി ഗസ്റ്റായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അവർ ഗസ്റ്റ് ആകുമ്പോൾ ഒരു 500 ദിർഹം കിട്ടും. അപ്പം ഞാനോർത്ത് ഓക്കെ 500 ദിർഹം കിട്ടുമല്ലോ. ഈ പോയി നിൽക്കുമ്പോഴത്തേക്ക് ഈ പുള്ളിക്കാരി പറയും 500 ദിർഹം എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരിയും പൈസ തരത്തില്ല. അത് ഭൂലോക ആണെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. ഈ പുള്ളിക്കാരിയിൽ ഞാൻ പോയി എത്തുന്നതും റോഷിനി എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരിയാണ്. പുള്ളിക്കാരിയിൽ എത്തിയിട്ട് ഞാൻ അതിൻ്റെ കാര്യം പറയാൻ കാരണം പുള്ളിക്കാരിയും ഇതിനകത്തൊരു ഘടകമുണ്ട്. ഫിറോസ് ഖാനുമായിട്ട് വേറൊരു സാധനം ഞാൻ പൊക്കിയിട്ടുണ്ടത്. അങ്ങനെ പുള്ളിക്കാരിയായിട്ട് അവിടെ ഞാൻ പോകുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം എൻ്റെ പോക്ക് എന്തോ എനിക്ക് അറിഞ്ഞൂടാ. അവിടെ ഉള്ള കുറച്ച് നല്ല മനുഷ്യർ ആ പുള്ളിക്കാരിയെ വിളിച്ചിട്ട് പറയുന്നു, അയ്യോ ഇവിടെ ഇങ്ങനെ ആ കൊച്ചു അബദ്ധവശാത്തിൽ വന്ന് വീണേന്ന് തോന്നുന്നു. കാരണം എന്നെ കാണുമ്പം ഞാൻ ശരിക്കും ഇതിനുള്ള വാർക്കിന് വേണ്ടി വന്ന ആളല്ല എന്നുള്ളത് കാണുമ്പോൾ അറിയാം. എനിക്ക് ഈ ലോകപരിചയം ഒന്നുമില്ല എന്നുള്ളത് അറിയാം. എൻ്റെ ഫോട്ടോ വെച്ചിട്ട് ചേട്ടാ ഇപ്പോഴും ദുബായിൽ എന്നെ ഇത്ര രൂപയ്ക്ക് വെച്ച് കിട്ടും എന്നുള്ള രീതിയിൽ ഇവർ പറയുന്നുണ്ട്. ഇവരുടെ ഫോട്ടോയും വെച്ചിട്ട് എത്ര രൂപയ്ക്ക് കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പ്രചരിപ്പിച്ചു എന്ന് പറയുന്നുണ്ട്. ഇവരെ ചതിച്ച് അവിടെ കൊണ്ടുപോയാന്ന് പറയുന്നുണ്ട്. അവരുടെ പേര് സഹിതം ഇവർ പറയുന്നുമുണ്ട്. ഇതേ കാര്യം രേണുസുതിയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് ഇവരെ എടുത്തു പറയുന്നുണ്ട്. രേണുസുതി അവിടെ പോകുന്നത് ഇതുപോലെ ബാറിൽ പോയി ഇരിക്കുകയാണ്, 500 ദിർഹം കിട്ടും എന്നുള്ള കാര്യം ഇവരെ വെച്ചുകൊണ്ട് തന്നെ രേണുസുതിയെ കണക്ട് ചെയ്ത് പറയുന്നുമുണ്ട്. കൊളാബ് എന്ന പേരിൽ അവിടെ ചെല്ലുന്നത് ഇതാണെന്നുള്ള കാര്യമാണ് അവർ പറഞ്ഞു വെക്കുന്നത്. എന്തായാലും രേണുസുതിയെ ഇതിലേക്ക് വലിച്ചിട്ടത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അതിനകത്ത് എത്രമാത്രം സത്യമുണ്ട്, ഇനിയും രേണുസുതിയെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ഇവർക്ക് അറിയാമോ ഇല്ലയോ എന്നുള്ളതൊന്നും നമുക്കറിയത്തില്ല. എന്തായാലും ഇവർ അങ്ങനെ ഒരു കാര്യം ഇവരുടെ ആ ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു. ഓക്കെ, ഇനിയുമാണ് നിങ്ങൾ കേൾക്കേണ്ടത് ഈ പറയുന്ന ഫിറോസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇവർ പറയുന്നു. അത് മാത്രമല്ല, ഇതിനകത്ത് പൂക്കുറ്റി ചേട്ടനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുകൂടെ നമുക്ക് കേൾക്കാം. ഇപ്പം കണ്ടൊരു വീഡിയോ അതിനകത്ത് ഇപ്പം ഒരു വീഡിയോ, പഴയ ഒരു വീഡിയോ വന്നുകൊണ്ട്, പണ്ടത്തെ ഒരു വീഡിയോ, അതായത് 19-20 വയസ്സിൽ 21 വയസ്സുള്ളത് ആ ടൈമിൽ ഒരു വീഡിയോ വന്നിട്ടുണ്ട്. ഇപ്പം ഫിറോസ് ഞാൻ ഒരാളുമായിട്ട് ഞാൻ ഇറങ്ങിപ്പോയി, എനിക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ എഴുതുന്ന ഒരു വീഡിയോ വന്നിട്ടുണ്ട്. അതുള്ളത് തന്നെയാണ്. കാരണം എനിക്ക് ഇയാളെ വേണ്ട.
ഇയാളെ വേണ്ടാന്ന് വെച്ച് ഇയാൾ എൻ്റെ അടുത്ത് കാണിച്ച വേദന തിരിച്ച് ഞാൻ മനസ്സിലാക്കാത്ത അന്നത്തെ ഒരു പൊട്ടത്തരത്തിൽ ഞാൻ കാണിച്ച പൊട്ടത്തരമാണത്. കാരണം എനിക്ക് ഇയാളെ വേണ്ടാന്നുള്ളത് ഇയാൾക്ക് എൻ്റെ അടുത്ത് കാണിക്കുന്ന വേദന ഇയാളെ ഇട്ടിട്ട് പോകുമ്പോൾ ഇയാൾക്ക് മനസ്സിലാകണം. വെച്ച് ഞാൻ എൻ്റെ വീട്ടുകാർ അവരുടെ കുഞ്ഞുമായി വിളിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്, കുഞ്ഞുമ്മ ഞാനിങ്ങനെയാണ്. അവരുടെ അനിയൻ്റെ അടുത്ത് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു. അഫ്രദോസ് എന്ന് പറഞ്ഞാൽ അനിയൻ്റെ അടുത്ത് വിളിച്ച് ഞാൻ പറഞ്ഞു, എടാ ഇങ്ങനെ ഒരു കാര്യമാണ്, എനിക്ക് മടുത്തു. പക്ഷെ പണി ഞാൻ തിരിച്ചു കൊടുക്കും. എന്നെ വേദനിച്ചതിൻ്റെ വേദനിപ്പ് എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ അയാളുടെ ലൈഫിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. എന്നിട്ട് ഞാനാണ് അയാളെ വിളിച്ചിട്ട് ഈ വീഡിയോ ഇട്ട് കൊടുക്കുന്നതും ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം ഇട്ട് ഇയാളെ ടോർച്ചർ ചെയ്യുമായിരുന്നു. സത്യം പറഞ്ഞാൽ നിൽക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ മാരേജ് ചെയ്ത് എനിക്ക് വേണ്ട, നിങ്ങൾ ഇറങ്ങിപ്പോ. അപ്പൊ പറഞ്ഞു സച്ചിൻ സത്യമായിരുന്നു ഒരാളുടെ കൂടെ പോയി. അല്ല അത് ഞാൻ പറഞ്ഞില്ല, അങ്ങനത്തെ ഭയങ്കര ഇതായിരുന്നു കേട്ടോ. ടോർച്ചർ ചെയ്യാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കിയ ഒരു വീഡിയോ എന്നാണ് പുള്ളിക്കാരി പറയുന്നത്. അതായത് ഈ പറയുന്ന ഫിറോസുമായി ബന്ധമിരിക്കെ വേറൊരുത്തൻ്റെ കൂടെ ഒരു പിന്നെ എന്താ പറയുക, ഒരു നിർമ്മാതാവോ സംവിധായകനോ കണ്ട അവൻ്റെ കൂടെ പോയിട്ട് അവൻ്റെ കൂടെ ഇരുന്ന് എഴുതുന്ന ഒരു ഇതാണ്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ കണ്ടു നോക്കിയതാണ്. അപ്പം അവിടെ പോയി കുത്തിയിരിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട് ഇതുപോലെ, ഇനി ഫിറോസിന്റെ അടുത്തോട്ട് പോകുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇനി ഞാൻ പോകുന്നില്ല, ഇനി എന്തിനാ പോന്നെ, ഇക്കായെ കിട്ടിയപ്പോൾ ഇക്കായെ കളഞ്ഞ് ഞാൻ എങ്ങനെ പോകുന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ഇവിടെ നിന്നിട്ട് തള്ളി മറിക്കുകയാണ്. തള്ളലൊക്കെ കൊള്ളാം, പക്ഷേ വല്ല തള്ളല. എന്നിട്ട് ഈ കുറ്റം മൊത്തം ഇപ്പം മറ്റവന്റെ പേരിലായി. അവൻ ഇവളോട് ഇഷ്ടം തോന്നി എന്ന രീതിയിൽ ഇവള് അതിനെ മാറ്റി പറയുന്നുണ്ട്. അവനോട് ഇറങ്ങിപ്പോയിട്ട് അവന് ഇവളോട് ഇഷ്ടം തോന്നി പിന്നീടെന്നാ പറയുന്നത്. ഇവളൊരു റിവഞ്ച് ചെയ്യാൻ മാത്രമായിട്ട് ഇറങ്ങിപ്പോയാന്ന്. കുഞ്ഞിരിക്കുമ്പോഴാണേ പോകുന്നത്. അപ്പം ഇതിനൊന്നും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഡൈവോഴ്സിന്റെ കാര്യമൊക്കെ ഇവർ പറയുന്നുണ്ട്. അതായത് ഡൈവോഴ്സ് ചെയ്യാതെയാണ് ഫിറോസ് ഇവരെ കല്യാണം കഴിച്ച്, പക്ഷെ ഫിറോസുമായിട്ട് ഡൈവോഴ്സ് ചെയ്യാതെയാണ് ഇവർ മറ്റുള്ളവരോട് പോയിട്ടുള്ളത്. എന്തൊക്കെ കാര്യങ്ങളാണെന്ന് അറിയാമോ എന്റെ പൊന്നു പ്രേക്ഷകരെ? ഒരു സിറ്റുവേഷനിൽ അവിടുത്തെ ഒരു മണ്ടത്തരം നമ്മൾ ലൈഫിൽ വേണ്ടാന്ന് വെച്ച് ഞാൻ പോയത് തന്നെയാണ്. അത് വേണ്ടാന്ന് വെച്ച് ഞാൻ പോയത് തന്നെയാണ്. അത് ഞാൻ ഇല്ലാന്ന് ഒരിക്കലും ഇല്ല. അത് പോയി ഒരു മാസം തന്നെ പുള്ളിക്കാരൻ വിളിച്ച് കരച്ചിൽ പിടിച്ചിൽ വർക്ക് പറഞ്ഞപ്പം ഞാൻ ഇവന്റെ റിവെഞ്ച് മൈൻഡിൽ, അതായത് ഇവൻ എന്റെ അടുത്ത് കാണിച്ചതിന്റെ ഒരു ക്രൂക്കഡ് മൈൻഡിലാണ് ഞാൻ സജിനെ ഇങ്ങനെ ഇയാളെ ഉപേക്ഷിച്ചു മറ്റൊരാളുടെ കൂടെ ജീവിതമല്ല, ജീവിക്കാനല്ല, ഇതിനുള്ളൊരു പണിഷ്മെന്റ്. ക്ഷമിച്ചോ അങ്ങനെ പോയത്? ആരെ? ഫിറോസ് കരഞ്ഞു വിളിച്ചിട്ട് എനിക്ക് നീ ഇല്ലാതെ പറ്റത്തില്ല സജന, നീ ഒരിക്കലും അങ്ങനെ നീ പോകരുത്, നമ്മളെ കുഞ്ഞുങ്ങളെ ഓർക്കണം. ഞാൻ പറഞ്ഞു ഈ കുഞ്ഞുങ്ങളൊന്നും നിങ്ങൾ ഓർത്തിട്ടില്ലായിരുന്നോ? അതിന്റെ കുറെ കട്ട് ചെയ്തുള്ള വോയിസ് റെക്കോർഡാണ് ഫിറോസ് ഇപ്പൊ ഇട്ടിരിക്കുന്നത്. കട്ട് ചെയ്തുള്ള ഫുൾ ധൈര്യം ഉണ്ടെങ്കിൽ ഫുൾ ഇടാൻ പറവൻ. അവൻ ഷൂട്ട് ചെയ്ത് കൊടുത്തതാണ്. അത് തന്നെ അവിടുന്ന് ഷൂട്ട് ചെയ്യുന്നത് ഞാൻ എനിക്ക് ഇവനെ വേണ്ട, എന്റെ സ്വന്തം ഇഷ്ടത്തിൽ ഇറങ്ങി വരുവാന്ന് പറഞ്ഞ സാധനം ക്രിയേറ്റ് ചെയ്ത സാധനം ഒരു വീഡിയോ ആണ്. അവൻ ഇട്ടു. ഈ സാധനം നമ്മൾ അറിയുന്നുണ്ടോ? ഇവനെ വേദനിപ്പിക്കാൻ ഇവന് മനഃപൂർവ്വം ഇട്ട് കൊടുത്ത സാധനമാണത്. പ്രതികാരം ചെയ്യാം. ഇതൊരു വിചിത്രമായ പ്രതികാരമായി പോലും അല്ല. കാരണം വെച്ചാൽ നമ്മൾ പറയത്തില്ല ഏട്ടാ, എന്താ പറയുക, അതാ ഞാൻ പറഞ്ഞത്, നമ്മളുടെ പൊട്ട ബുദ്ധിയിൽ തോന്നുന്ന പൊട്ടത്തരം തോന്നിക്കുന്ന നമ്മളെ തന്നെ ഇല്ലാതാക്കിയിട്ട് നമ്മൾ പറയുന്നത് തരുന്ന വഴി തന്നെ തിരിച്ചു പണി കൊടുക്കാന്നുള്ള സാധനത്തിലാണ്. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാണെങ്കിൽ നമുക്ക് വേറൊരാളുടെ കൂടെ പോകണം, ആ ആളുമായിട്ടൊരു റിലേഷൻ, ഒരു അഫയർ ഒക്കെ. ഞാൻ പറഞ്ഞില്ലേ, ഒരു ഷോർട്ട് ഫിലിമിന്റെ കാര്യത്തിൽ പോയപ്പം ആക്ച്വലി നമ്മൾ ഈ പറയുന്ന കണക്ക് നമുക്ക് കുറെ ക്രൂരത നമ്മളെടുത്ത് കാണിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഒരാളുടെ അറ്റാച്ച്മെന്റ് അത് സ്വാഭാവികമാണ്. കാരണം ഇവിടുത്തെ ക്രൂരതയും ഇങ്ങനെയുള്ള കാര്യങ്ങളും വരുമ്പോൾ എന്റെ കൊച്ചു പ്രായമാണ്. അന്നത്തെ പ്രായത്തിൽ പൊട്ടത്തരത്തിൽ നമ്മൾ ചിലപ്പം ആരെങ്കിലും അഞ്ചാറാക്കി പറഞ്ഞാൽ അല്ലല്ല, മലപ്പുറം ഏരിയയിലായിരുന്നു. അങ്ങനെ ഒരു നിങ്ങൾ അങ്ങനെ പോയെങ്കിലും വേറൊരു ഉടനെ തന്നെ തിരിച്ചു പോകുന്നു. ആ ടൈമിൽ തന്നെ ഫിറോസ് ഖാൻ ഇതെല്ലാം ഇട്ട് കൊടുത്തപ്പോൾ തന്നെ തിരിച്ചു പുള്ളിക്കാരൻ കരഞ്ഞു വിളിച്ചു. എനിക്ക് പുള്ളി തന്നെയാണല്ലോ അപ്പോഴും. കൂടെ വന്നയാളോ? അല്ല, അതൊക്കെ നമ്മൾ പ്ലാൻഡ് ആയിരുന്നു. ഇങ്ങനെ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്ത സാധനമാണ്. എന്നിട്ടും പുള്ളിക്കാരൻ ആക്ച്വലി എന്റെ പ്രതികാരത്തിന് വേണ്ടി നിങ്ങൾ അഭിനയിച്ചു എന്നാണോ? അല്ലല്ല, ശരിക്കും പറഞ്ഞാൽ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ എന്റെ അടുത്ത് ഭയങ്കരമായിട്ട് ആത്മാർത്ഥമായിട്ട് സ്നേഹം, പുള്ളിക്കാരൻ അങ്ങ് സീരിയസ് ആവുന്നുണ്ടായിരുന്നു. പക്ഷെ എന്റെ മനസ്സിൽ എനിക്ക് റിവെഞ്ച് ആയിരുന്നു പുള്ളിക്കാരൻ. നമ്മളെ ശരിക്കും പറ്റിച്ചതാണോ? ശരിക്കും പറഞ്ഞാൽ അതും വേണമെങ്കിൽ പറയാം. ഇതാണ് ഒരാളുമായിട്ടുള്ള പ്രതികാരം വീട്ടാൻ വേണ്ടി വേറൊരാളെ ഉപയോഗിച്ചു. ജീവിക്കാനല്ല, റിവെഞ്ച് ചെയ്യാനാണ് ഞാൻ ഇയാളുമായിട്ട് കൂട്ടുകൂടിയതെന്നും ഫിറോസിന് അങ്ങനത്തെ ഒരു ലെറ്റർ എഴുതിയതെന്നൊക്കെയാണ് പുള്ളിക്കാരി പറയുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? പിന്നെ പുള്ളിക്കാരി പറയുന്നുണ്ട്, ഇടയ്ക്ക് എനിക്ക് 21-ാമത്തെ വയസ്സാണ്, എനിക്ക് അങ്ങനത്തെ ഒരു തോന്നൽ തോന്നിയിട്ടുണ്ട്, പിന്നെ പുള്ളിക്കാരനാണ് അങ്ങനെ ഒരു തോന്നൽ തോന്നിയെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ആ ലെറ്റർ എഴുതുമ്പോൾ കൃത്യമായിട്ടും ഈ പറയുന്ന സജിനയുടെ ആ കണ്ണിലെ ആ തീഷ്ണത, ആ സ്നേഹത്തിന്റെ തീഷ്ണത നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. എന്തായാലും തള്ളി 1.5 മണിക്കൂർ തള്ളുന്നുണ്ട്. ഓക്കെ, ബാക്കി എനിക്ക് പുള്ളിയെടുത്തുള്ള പ്രതികാരം കിട്ടാൻ ഒരാളെ ഉപയോഗിച്ചു തന്നെ വേണമെങ്കിൽ പറയാം. അയാളിപ്പോ അറിയാമോ എവിടെയുണ്ടെന്ന്? എന്താണെന്ന് ഒന്നുമില്ല. അവര് അന്നേ നമ്മൾ അതെല്ലാം അന്നേ വിട്ട കാര്യം. അതിന്റെ പേര് കേസോ വഴക്കോ ഒന്നും ഉണ്ടായില്ല. കുട്ടിയായിട്ടുള്ള ആ ഒരു സംഭാഷണം, അത് നിങ്ങൾ തമ്മിൽ നടത്തിയ സംഭാഷണമാണ്. അതെങ്ങനെ ഇദ്ദേഹത്തിന്റെ കൈ ചെന്നത്? ചേട്ടാ, അതാണ് ഞാൻ പറഞ്ഞു വന്നത്. നമ്മളെ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ കുറച്ചൊരു ആൾക്കാരെ നമ്മൾ ആത്മാർത്ഥമായിട്ട് ഉള്ളിലോട്ട്, ഒന്നാമത്തെ കാര്യം ഞാൻ ഇങ്ങനെ നല്ലത് ഏതാ ചീത്തയെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് തിരഞ്ഞെടുക്കാൻ എനിക്ക് അറിയത്തില്ല. അങ്ങനെ കുറെ അബദ്ധവശം ഞാൻ പോയി വീണിട്ടുണ്ട്, അബദ്ധത്തിൽ ഞാൻ പോയി വീണിട്ടുണ്ട്. കാരണം ഇങ്ങനെ കുറെ പൊട്ടത്തരത്തിൽ ഞാൻ പോയി വീണിട്ടുണ്ട്. ഈ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു ആൻ മരിയ. ദിയാസന ബെസ്റ്റ് ഫ്രണ്ട് എന്നല്ല, ഒരു ഫ്രണ്ട് ആയിരുന്നു. പക്ഷെ ഞാൻ എനിക്ക് കാണുന്ന ഫ്രണ്ട്സിനോടെല്ലാം ഞങ്ങൾ ഭയങ്കരമായിട്ട് സംസാരിക്കും. ആരോട് എനിക്കൊരു ഏത് ഫ്രണ്ട് കിട്ടാലും ഞാൻ അവരുടെ എല്ലാ കാര്യങ്ങളും പറയും. ഓപ്പണായിട്ട് പറയുന്ന ഒരാളാണ് ഞാൻ. ഒന്നും മനസ്സിൽ വെച്ച് നിൽക്കത്തില്ല. അങ്ങനെ ആൻമേരിക്ക് ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളെല്ലാം അറിയാം. ഞങ്ങൾ തമ്മിൽ ഇപ്പം ഒരു ലവേഴ്സ് ആവട്ടെ, ഒരു ഫാമിലി ആവട്ടെ, ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആവട്ടെ, അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്സ് ആവട്ടെ,
വഴക്കുണ്ടാകുമ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പല ആർഗ്യുമെന്റ്സും വരും. അത് തികച്ചും പേഴ്സണൽ ആയിരിക്കും. ചിലപ്പം ചീത്ത വിളിക്കുമായിരിക്കും, ചിലപ്പോൾ അനാവശ്യങ്ങൾ പറയുമായിരിക്കും, അഗ്ലി സംസാരങ്ങൾ പോലും സംസാരിക്കേണ്ട അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസിൽ ഞങ്ങളെ തികച്ചും പേഴ്സണൽ ആയിട്ടുള്ള ഒരു വോയിസ് റെക്കോർഡാണ് ഇപ്പം ആൾക്കാരിട്ട് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ ഞാൻ പറഞ്ഞു വന്നത്. അത് ഞാൻ കൊടുത്തില്ല. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് ഇപ്പം ആൻമേരിയ എന്ന് പറഞ്ഞ പുള്ളിക്കാരിക്കും ദിയ എന്ന് പറഞ്ഞ സ്ഥലത്തും ഞങ്ങളുടെ പ്രശ്നങ്ങൾ നിൽക്കുമ്പോൾ ഞങ്ങൾ മിക്കായി ഞാനുമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുമ്പം സോൾവ് ചെയ്യാൻ ഇവരൊക്കെ ആയിരുന്നു ഇടയ്ക്ക് നിൽക്കുന്നത്. ചെറിയ അങ്ങനെ ഇവർ ആ വോയിസ് ലീക്ക് ആയതിനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. കാരണം ഇവരുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടി റസൂൽ പൂക്കുറ്റിയുമായിട്ട് സംസാരിക്കുന്ന വോയിസ് ഇവർ തന്നെയാണ് ഈ പറയുന്ന ആൻമരിയയ്ക്കും അതോടൊപ്പം തന്നെ ദിയയ്ക്കും വിട്ടുകൊടുത്തത്. ഇവരെന്ത് ചെയ്തു? ഫിറോസിന് ഇട്ടുകൊടുത്തു. ഫിറോസ് അതെടുത്ത് പുറത്തിട്ടു. അതിനെക്കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ ആണ് പറയുന്നത്. ഇതിന്റെ അകത്ത് ദിയാസനയുടെ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അത് ലഹരിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുമുണ്ട്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഇനി പൂക്കുറ്റിയെ കുറിച്ച് പറയുന്ന ഒരു കാര്യം കേൾക്കണം എന്റെ പൊന്നു മോനെ, അത് നിങ്ങളൊന്ന് കേട്ടെ. കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങൾ വരുമ്പോൾ ഫ്രണ്ട്സുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപെടും. അല്ലല്ല, റസൂലുക്കായിട്ടുള്ള പ്രശ്നത്തിലും ഞങ്ങൾ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ അഫെയർ അല്ല ചേട്ടാ. എനിക്ക് ഇപ്പോഴും ഞാനത് പറഞ്ഞു, എനിക്ക് അറിഞ്ഞൂടാ പുള്ളി എനിക്ക് ആരാണെന്ന് ചോദിച്ചാൽ എനിക്കത് അതിനൊരു ഒരു ഒരു ഇതില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ എന്നെ ഒരു വീഴ്ചയിൽ എന്നെ കൈ പിടിച്ച് കയറ്റിക്കൊണ്ട് ഫോട്ടോ വെച്ചിട്ട് ചേട്ടാ ഇപ്പോഴും ദുബായിൽ എന്നെ ഇത്ര രൂപയ്ക്ക് വെച്ച് കിട്ടും എന്നുള്ള രീതിയിൽ എൻ്റെ ഫോട്ടോ വെച്ച് അവിടെ പ്രചരിപ്പിച്ചു തുടങ്ങി. ഇവള് ബിസിനസ് ചെയ്യുവാണ്, എന്നെ കൊണ്ടുവച്ചിട്ട് ഇവളാണ് ബിസിനസ് ചെയ്യുന്നത്, എത്ര രൂപയ്ക്ക് എന്നെ കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് ബിഗ് ബോസ് താരമായതുകൊണ്ട് എന്നെ കിട്ടുമെന്നുള്ള രീതി. ഇത് ഞാൻ അറിയുന്നത് പോലുമില്ല. പൊട്ടി ഞാൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ. നമ്മൾ ഷോപ്പ് വിസിറ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഗൾഫിലൊക്കെ പോകുമ്പോൾ ഇതാണ് എനിക്ക് അറിഞ്ഞൂടാ. പോയി അവിടെ ഇരിക്കുക, വരുക, ഒന്നുമില്ല, നമ്മൾ നല്ല ഡ്രസ്സിൽ തന്നെ പോയിരിക്കുന്നത്. നമ്മൾ അവിടെ പോയിട്ട് ഒന്നും ചെയ്യണ്ട, അവിടെ പോയി ഇരുന്നാൽ മതി. അപ്പം അവർ എല്ലായിടത്തും പോയി ചിലവരൊക്കെ മറ്റേ വൈനൊക്കെ മേടിച്ചുകൊണ്ട് വരും. നമ്മളവിടെ നമുക്കൊരു കോക്ടെയിൽ പോലെ മറ്റേ ഈ ജ്യൂസ് പോലത്തെ ഒരു സാധനം നമ്മളെ കൊണ്ട് വെക്കും. നമ്മളവിടെ ഇങ്ങനെ ഇരിക്കും. ഞാൻ മറ്റേ മന്ദബുദ്ധികളെ പോലെ അവിടെ ഇരുന്ന് ഇവരും എൻ്റെ കൂടെ കാണും. ഇത് പറയുന്നത് ബാറിൽ പോയി കുത്തിയിരിക്കുന്ന കാര്യത്തെ കുറിച്ചാണ് കേട്ടോ. ദുബായിലെ ബാറിൽ പോയി കുത്തിയിരിക്കുന്നത്, വൈനും കുടിച്ചുകൊണ്ട് അവിടെ ഇരിക്കുമെന്ന്. ഇവിടെ ഈ പറയുന്ന കാര്യം പറയുമ്പോൾ തന്നെയാണ് രേണുസുധിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യവും പറയുന്നത്. ഓക്കെ, അത് ഞാൻ ഇത്ര കട്ട് ചെയ്ത് ഇങ്ങോട്ട് എടുത്ത് വെച്ചതേ ഉള്ളൂ. ഞാനിരുന്നു. ഓക്കെ, ഇതാണ് എൻ്റെ അവിടുത്തെ ഇത്. അത് കഴിഞ്ഞപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ എൻ്റെ പേര് ഇങ്ങനെ അതാവെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഈ പുള്ളിക്കാരിയെ വിളിച്ച് എൻ്റെ കുറച്ച് ഫ്രണ്ട്സുകൾ, അവിടുത്തെ കുറച്ച് ഫ്രണ്ട്സുകൾ പറഞ്ഞു ഈ കൊച്ചിനെ ഇവിടുന്ന് കൊണ്ടുപോയിക്കോ, അവളൊരു പൊട്ടിപ്പെണ്ണ, ഇനി നെക്സ്റ്റ് ചിലപ്പോൾ ഇവളെ കൈവിട്ട് പോകും. അതായത് ഭയങ്കര ഇല്ലീഗലായിട്ടുള്ള നടക്കുന്ന സ്ഥലത്തല്ല എന്നെ കൊണ്ടുപോകാം. അപ്പം നേരെ തിരിച്ച് എന്തെങ്കിലും പ്രതികരിക്കുന്നതാണെങ്കിൽ പ്രതികരിച്ചിട്ടുമുണ്ട്, ഞാൻ പ്രതികരിക്കും. പക്ഷെ അങ്ങനത്തുള്ള എന്നെ ഒരിക്കലും യൂസ് ചെയ്തിട്ടില്ല. ദൈവ സത്യം ഇനി പറയും ഞാൻ അങ്ങനെ പോയി പേഴ്സെന്ന് പറയും. എൻ്റെ മക്കൾ സത്യം, എൻ്റെ മോൾ സത്യം ഒരിക്കലും ഒരുത്തന്നെ എന്നെ തൊടാനോ വൃത്തിയുടെ രീതിയിലൊന്നും വന്നില്ല. പക്ഷെ ആ സിറ്റുവേഷനിലോട്ട് ആയി വരുമായിരുന്നു. എന്നെ വെച്ചിട്ട് ബിസിനസ് ചെയ്യാന്നുള്ള രീതിയിലായിരുന്നു അവിടെ. അപ്പോഴത്തേക്ക് പുള്ളിക്കാരി ഓടി, ഇതറിഞ്ഞ് പുള്ളിക്കാരിയുടെ പൈസ എടുത്ത് പുള്ളിക്കാരി അവിടെ ഓടിയെത്തി എന്നെ. ശരിക്കും പറഞ്ഞാൽ അവരൊക്കെ എനിക്ക് അവരെയും കൂടി ഇപ്പം ഇതിനകത്ത് പിടിച്ചിട്ടിരിക്കും കേട്ടാ. അവരില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ പിഴച്ചവളായിട്ട് ചോദിച്ചേനെ. അല്ലെങ്കിൽ ഞാൻ വെറും മറ്റേ നമ്മൾ എങ്ങനെ ജീവിക്കുന്നത് എനിക്ക് അറിഞ്ഞൂടെ. ചിലപ്പോൾ എനിക്കറിയത്തില്ല എൻ്റെ അവസ്ഥ എന്താണെന്ന് പോലും അറിയത്തില്ല. കാരണം അറിയാൻ മേത്ത ലോകത്ത് പോയി എന്താ പെട്ടുപോകുന്ന സംഭവങ്ങളാണ് ചില പെണ്ണുങ്ങൾ പോയി പെട്ടുപോകുന്നതെന്ന് പറയുന്നത്. എനിക്ക് പെട്ടുപോയനെ ഞാൻ. അവിടുന്ന് എന്നെ ഈ പുള്ളിക്കാരി വന്നിട്ട് ഈ പുള്ളിക്കാരി വിളിച്ച് പുള്ളിക്കാരുടെ അടുത്ത് റസൂൽക്കാരത്തൊക്കെ വിളിച്ച് പറയുന്നു ഇവരെല്ലാവരും കൂടെയാണ് എന്നെ സപ്പോർട്ട് ചെയ്ത് അവിടുന്ന് കൊണ്ടുവരുന്നത്. വലിയൊരു കുഴിയിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ഒരാളാണ് പൂക്കുറ്റി എന്നാണ് ഇവർ പറയുന്നത്. കാരണം ദുബായിൽ ഇവർ പോയി അവിടെ പോയി പെട്ടുപോയെന്നും ഇവരെ ഉപയോഗിക്കാനായിട്ട് എന്താ പറയുക പോസ്റ്ററുകൾ വരെ അടിച്ചിറക്കിയെന്നും ഇവർ പോയി ബാറിൽ പോയി കുത്തിയിരുന്ന് കഴിഞ്ഞാൽ ഇവർക്ക് 500 ദിർഹം കിട്ടുമെന്നും വൈൻ കുടിച്ചുകൊണ്ട് അവിടെ ഇരുന്നാൽ മതിയെന്നും അവിടെ വരുന്ന ആൾക്കാർ അതും കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടല്ലോ. ഇനിയുമാണ് പൂക്കുറ്റിയെ കുറിച്ച് വേറൊരു കാര്യം ഇവിടെ പറയുന്നത്, അതോട് കേട്ടു. എന്നെ വിളിച്ച് നല്ല പ്രൊട്ടക്ഷൻ, നല്ലൊരു കെയറിങ്, അതായത് നമ്മൾ പോയ ഒരു വൃത്തികെട്ട കുഴിയിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തിക്കൊണ്ട് വന്ന ഒരു വ്യക്തിയാണ്. കാരണം അതിനുവേണ്ടി പൈസ ചെലവാക്കി ഒരു കുഴിയിൽ നിന്ന് തന്നെ വേണം പറയാം, അത്രയും വലിയൊരു കുഴിയിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തിക്കൊണ്ട് വന്ന. പിന്നെ എൻ്റെ മെന്റൽ സപ്പോർട്ടിംഗ് ആയിട്ടൊക്കെ ഇവർ ഭയങ്കര ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ നല്ല തിക് ഫ്രണ്ട്സ് ആയി ഞങ്ങൾ. കുറെ കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങൾ എന്ത് വന്നാലും ഞാൻ അങ്ങോട്ട് പറയും എങ്ങനെയാണ് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ എനിക്ക്. അതായത് ചേട്ടാ ഞാൻ അതിനുശേഷം 1 വർഷം വർക്കില്ലാതെ ഇരുന്നിട്ടുണ്ട്. എൻ്റെ കുഞ്ഞുങ്ങളുടെ ഫീസ്, എൻ്റെ കാര്യങ്ങൾ, എൻ്റെ വീട്ടു ചെലവ് എല്ലാം അയാൾ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എനിക്ക് എൻ്റെ ദൈവ തുല്യമാണ് എനിക്ക് അയാൾ. കാരണം പുള്ളിക്കാരൻ എനിക്ക് ചെയ്തിട്ടുള്ള ഹെൽപ്പ്. കാരണം ഒരു പടിക്കുഴിയിൽ പോയി വീഴാൻ പോയ ഒരു കുട്ടിയെ പിടിച്ചുയർത്തി എണ്ണിച്ചിട്ട് വന്നതിൻ്റെ ശിക്ഷയാണ് ഇപ്പം വന്നത്. പുള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളെല്ലാം സംസാരിക്കാനായി. ഇപ്പോഴും ആ ബന്ധത്തിന് എന്ത് വിലയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് എൻ്റെ ആരാന്ന് ചോദിച്ചാൽ എനിക്ക് ഇപ്പോഴും പുള്ളി എന്താണെന്ന് എനിക്ക് മെൻഷൻ ചെയ്യാൻ പറ്റുന്നില്ല. ഒരു കാമുകനാണോ, അല്ലെങ്കിൽ ഒരു സഹോദരനാണോ, അല്ലെങ്കിൽ ഒരു വാപ്പാണോ, ഒരു എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അയാൾ എൻ്റെ ദൈവമാണോ എന്ന് എനിക്കും അറിയത്തില്ല. അത്രയും എന്നെയും എൻ്റെ കുഞ്ഞുങ്ങളെയും നോക്കി എനിക്ക് എങ്ങനെ പറയണമെന്ന് എനിക്കറിയത്തില്ല. അത്രയും സിറ്റുവേഷനിൽ നിന്ന് എന്നെ കൈപിടിച്ചു വന്ന ഒരു വലിയൊരു മനുഷ്യൻ. എനിക്ക് എങ്ങനെയാണ് ആ മനുഷ്യനെന്ന് അറിയത്തില്ല. എൻ്റെ അപ്പനാണോ, എൻ്റെ സഹോദരനാണോ, എൻ്റെ ദൈവമാണോ എന്ന് പോലും, എൻ്റെ കാമുകനാണോ എന്ന് പോലും എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് പുള്ളിക്കാരി പറയുക. ദൈവത്തിന്റെ കൂടെ, അപ്പന്റെ കൂടെ, സഹോദരന്റെ കൂടെ ആരെങ്കിലും 3 ഗർഭം ഉണ്ടാക്കുമോ? അത് 1 ഗർഭം ഉണ്ടാക്കുന്നതിന്റെ അകത്ത് പറയുന്നുണ്ട് ഞാൻ പിടിച്ചു വെച്ച് ഞാൻ പീഡിപ്പിച്ചിട്ടാണ് ആദ്യത്തെ ഉണ്ടായെന്ന്. രണ്ടാമത്തേത് എന്ത് പറയുക, അദ്ദേഹം പീഡിപ്പിച്ചിട്ടാ ഉണ്ടായെന്ന് പറയുന്നു. പിന്നെ മറ്റേത് പറയുന്നു സമ്മതത്തോടു കൂടി എനിക്കൊരു കൊച്ചുണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ടാക്കിയാന്നും പറയുന്നു.
2 അബോഷനായി പോയത് കാര്യത്തെ കുറിച്ചും പറയുന്നുണ്ട്. ഈ അച്ഛനെന്ന് പറയുന്ന, ഈ ബാപ്പയെന്ന് പറയുന്ന, ഈ ദൈവമെന്ന് പറയുന്ന, ഈ സഹോദരൻ എന്ന് പറയുന്ന ആളുമായിട്ട് എങ്ങനെയാണ് ഇങ്ങനെ ഒരു സംഭവത്തിന് തോന്നുന്നത്? എനിക്കറിയാമേ ചോദിക്കുക. എന്തായാലും കരഞ്ഞുകൊണ്ട് അത്രമാത്രം സ്നേഹിക്കുന്ന ആ മനുഷ്യനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞ വോയിസ് ഒക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയ കിടന്ന് കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ കരച്ചിലൊക്കെ നല്ല കാര്യം തന്നെയാണ്, കൊള്ളാം എന്തായാലും. ബാക്കി ദിയാസനെ കുറിച്ച് പറയുന്നത്, ദിയാസനയ്ക്ക് നമ്മൾ ഈ എന്റെ വോയിസ് റെക്കോർഡ്, ഇപ്പം എനിക്ക് ചേട്ടൻ ഒരു വോയിസ് റെക്കോർഡ് ഇട്ട് അത് ഞാൻ മറ്റൊരാൾക്ക് ഇട്ട് കൊടുക്കണമെങ്കിൽ ചേട്ടൻ്റെ അടുത്ത് എന്തെങ്കിലും എനിക്ക് റിവെഞ്ച് മൈൻഡ് ഉണ്ടാവാതെ എന്തായാലും ഒരിക്കലും ഇവിടെ എന്ന് പറഞ്ഞാൽ ദിയാസന എന്ന് പറഞ്ഞ വ്യക്തി എന്റെ വീട്ടിൽ വന്നിട്ട് കുറച്ച് ഫ്രണ്ട്സ് എല്ലാം ആയിട്ട് വന്നിട്ട് ബിഗ് ബോസ് കുറച്ച് ടീമുകളായിട്ട് വന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടാടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാവരും കൂടെ വന്നിരിക്കാന്ന് പറഞ്ഞു. എന്റെ വീട്ടിൽ വന്നു. കാരണം എന്റെ അറ്റ്മോസ്ഫിയർ ഭയങ്കര രസമാണ്. ഞങ്ങൾ എല്ലാവരും കൂടെ ട്രിവാൻഡ്രത്ത് ഒരു വീട് എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ശാസ്ത്രമംഗലത്ത് ഒരു വീട് എടുത്തിട്ടുണ്ടായിരുന്നു. വർക്കിന്റെ ഒരു ആവശ്യത്തിന്, കാരണം ഷൂട്ടിന് പോകണം വരണം. അതുപോലെ തന്നെ എനിക്ക് അവിടെ ബൊട്ടിക്ക് തുടങ്ങാനുള്ള സംഭവം ഉണ്ടായിരുന്നു. അതിന് വേണ്ടി എടുത്തിട്ട് നല്ല അറ്റ്മോസ്ഫിയർ ഒക്കെ. അപ്പോൾ നമ്മൾ ഇവരൊക്കെ വന്നപ്പോഴത്തേക്ക് ബിഗ് ബോസ് ടീം വന്നപ്പോഴത്തേക്ക് ദിയാറിന്റെ ഇവരെ നമുക്ക് എല്ലാവരും കൂടെ കറങ്ങാൻ പോകുന്നതെല്ലാം പറഞ്ഞു. ഞങ്ങൾ എല്ലാവരും കൂടെ പോയി പുറത്തൊക്കെ ഫുഡൊക്കെ കഴിച്ചു. തിരിച്ച് വന്നപ്പോൾ എന്നോട് പറഞ്ഞു നമുക്ക് സജിനയുടെ വീട്ടിൽ പോയിരിക്കാന്ന് പറഞ്ഞു. അപ്പം ശരി എന്ന് സ്വാഭാവികമായിട്ട് വന്നിരിക്കുന്ന നല്ല രസമാണെന്ന് 4-5 പേരുണ്ടായിരുന്നത് ബിഗ് ബോസിലുള്ള. അതിനകത്ത് ഒരാൾ മാത്രം ദിയയുടെ ഒരു കൂടെ നടക്കുന്ന ഒരു പയ്യൻ. അതും പറയേണ്ട അവരൊന്നും ഞാൻ പിടിച്ചിരുന്നില്ല അതിനകത്ത്. ബാക്കിയെല്ലാം ബിഗ് ബോസിലെ ടീമായിരുന്നു. വന്നു ഇവരെല്ലാവരും നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എ.സി റൂം എവിടെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ എ.സി റൂമിലോട്ട് കയറുന്നു. ദിയാസന ഒരു കവർ എടുക്കുന്നു, പൊടിക്കുന്നു, കുറേ സാധനങ്ങൾ ചെയ്യുന്നു. അപ്പോൾ തന്നെ ഞാൻ അങ്ങ് ഡെസ്പായി. സത്യം പറഞ്ഞാൽ MDM ആയിരുന്നു അതെടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് റീസെന്റ് ഒരു 5 മാസം പോലും 4 മാസം പോലും ആയിട്ടില്ല. ഇപ്പം റീസെന്റ് നടന്നതാണ്. ഈ പ്രശ്നങ്ങൾക്കൊക്കെ മുന്നെയാണ് എടുത്തിട്ട് പൊടിച്ചിട്ട് പുള്ളിക്കാരി എടുത്തിട്ട് ചെയ്യാൻ പോകുന്നു. അപ്പോൾ തന്നെ എന്റെ മുഖമൊക്കെ അങ്ങ് മാറി. എൻ്റെ അടുത്ത് ചോദിക്കുന്നു. ഇല്ല ആ സമയത്ത് ഞാൻ ഷൂട്ടിന് വേണ്ടി മാത്രം എടുത്തിട്ടുള്ള സാധനങ്ങൾ. ഇല്ല, ഞാൻ ആ സമയത്ത് ഒറ്റയ്ക്കേ ഉള്ളൂ. ഷൂട്ടിന് പോകുമ്പോൾ ഞാൻ അവിടെ നിൽക്കും. തിരിച്ച് ഞാൻ ഷൂട്ട് കഴിയുമ്പോൾ ഞാൻ നേരെ പോകും. കാരണം ഹോട്ടൽ റൂമിന്, കാരണം എനിക്ക് ഒരു പൈസ തരുന്നുണ്ട് ഹോട്ടൽ റൂമിന് പകരം എനിക്ക് റൂമിന്. പിന്നെ ഇവിടെ എടുത്തിട്ടിരിക്കുന്നത് എൻ്റെ ഒരു ബൊട്ടിക്കിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്യാനുള്ള രീതിയിൽ ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഷൂട്ടിന് മാത്രമേ ഞാൻ അവിടെ നിൽക്കുള്ളൂ. റൂം മാത്രമേ ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളൂ. ആ റൂം താമസിക്കാൻ വേണ്ടി. ഈ ഹോട്ടൽ റൂം നിൽക്കുമ്പോൾ എനിക്ക് ബാത്റൂമിലൊക്കെ പോകാൻ ഭയങ്കര കുറച്ച് പ്രശ്നം. ഹോട്ടൽ ബാത്റൂമിലൊക്കെ പോകാൻ കുറച്ച് പേടിയുള്ളതുകൊണ്ട് ഞാൻ അതുകൊണ്ട് ഞാൻ എപ്പോഴും ഒരു പ്രൈവറ്റ് നമുക്ക് ഇതിന് വേണ്ടി എടുത്തിട്ടുള്ളൂ. അങ്ങനെ അവരതിൻ്റെ പൈസയും പിന്നെ നമുക്ക് ഇതിൻ്റെ ഒരു പർപ്പസ് ഉണ്ടല്ലോ. അങ്ങനെ ഈ സാധനം വന്നിട്ട് ചേട്ടാ അവിടെ വന്ന് എൻ്റെ അടുത്ത് വന്ന് പുള്ളിക്കാരി ഈ സാധനങ്ങൾ ചെയ്യുക. എനിക്ക് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. ഇറങ്ങി പോകുന്നു പറയാനും പറ്റുന്നില്ല. എനിക്കറിയില്ല. നോ പറയേണ്ട സ്ഥലത്ത് നമ്മൾ നോ പറയണമെന്ന് പറയുന്നത് സത്യമാണ്. ഞാൻ വല്ലാത്ത ഘട്ടത്തിൽ നിൽക്കും. അപ്പോൾ ഇവരുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് എന്താ സജിനത്തെ മുഖമൊക്കെ മാറുന്നത്? ഞാൻ പറഞ്ഞില്ല, ചെറിയൊരു പ്രശ്നം നടക്കുക. അപ്പോൾ ഞാൻ മനിക്കായിട്ട് കുറച്ച് പ്രശ്നങ്ങൾ നടക്കുമെന്ന് ഞാൻ പറഞ്ഞത്. അദ്ദേഹത്തിനോട് പോലും ഞാൻ പറഞ്ഞില്ല, ആർക്കും ഞാൻ പറഞ്ഞിട്ടില്ല കാര്യങ്ങൾ. എനിക്ക് പേടിയാണ്. കാരണം വലിയൊരു സാധനം കൊണ്ടുവന്ന് എന്നോട് ചോദ്യം ചെയ്താൽ ഞാൻ എന്ത് ചെയ്യും? അങ്ങനെ ലാസ്റ്റ് ഞാൻ ഫോൺ വിളിക്കുന്നതിന്റെ പേര് പറഞ്ഞ് വെളിയിൽ ഇറങ്ങും. ഇവരെങ്ങനെ എനിക്ക് പറഞ്ഞു വിട്ടേ പറ്റത്തുള്ളൂ. അപ്പോൾ ഉടനെ ദിയാൻ എടുത്തെന്ന് പറയുന്നത് സജിന അവരുമായിട്ട് പ്രശ്നങ്ങളൊക്കെ നടന്നത് നീ രണ്ടത് കുറച്ച് എടുത്ത് തിന്ന് അങ്ങനെ എന്ത് ചെയ്യാനെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ദിയാ നീ എന്തോ പറഞ്ഞു. ഇപ്പം ഒരു വൈൻ കുടിക്കുന്നതാണോ ഒരു ബീർ കുടിക്കുന്നതാണോ അല്ല ഇത് ഭയങ്കര സമയം. എന്നെ ദയവ് ചെയ്ത് നിർബന്ധിക്കരുത് പ്ലീസ് ദിയാന്ന് പറഞ്ഞു. ഞാൻ ഫോൺ എടുത്തും ചെവി വെച്ചു ഞാൻ ഇറങ്ങി. കുറേ കഴിഞ്ഞപ്പോൾ ഇവർക്ക് മനസ്സിലായി. ഇവർ പിന്നെ ടെറസിന്റെ മേളിൽ കയറി. അവിടെ ഞാനൊരു പെട്ടെന്ന് ഞാൻ കുറേ കഴിഞ്ഞിട്ട് ഞാൻ അവിടെ കയറി പോകുന്നതും എനിക്ക് ഒട്ടും ഓക്കെ ആവുന്നില്ല എന്ന് ഇവർക്ക് മനസ്സിലായി തുടങ്ങി. അപ്പോൾ പയ്യെ അങ്ങ് ദിയാങ്ങ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവരെല്ലാവരും പോയി കഴിഞ്ഞ് കുറച്ച് നാളെ എൻ്റെ അടുത്ത് ഞാൻ അങ്ങോട്ട് വിളിക്കാനും പോയിട്ടില്ല. കാരണം എനിക്കതൊരു പേടി സ്വപ്നം പോലെയായിരുന്നു. കാരണം ഇനി എന്തെങ്കിലും വന്നാൽ എൻ്റെ തലയിലോട്ടാവത്തില്ലേ. ഇവിടെ പറഞ്ഞു വെക്കുന്നത് ദിയ ഈ സാധനമൊക്കെ ഉപയോഗിക്കുമെന്നുള്ള രീതിയിലാണ് പറഞ്ഞു വെക്കുന്നത്. പിന്നെ ബിയറോ മറ്റേ വൈനോ ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ല എന്ന രീതിയിൽ ഇവിടെ സജിന പറയുന്നുണ്ട്. അപ്പൊ ഈ പറയുന്ന ദിയ ഈ സംഭവമൊക്കെ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള കാര്യമാണ് പറയുന്നത്. പിന്നെ ഈ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായിട്ട് ദിയ വന്നിട്ട് അതിനെ സപ്പോർട്ട് ചെയ്തൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ ഇത് പരിശോധനയ്ക്ക് ദിയയുടെ ഗവൺമെന്റുമായിട്ടൊന്ന് സഹകരിക്കണം, പോലീസുമായിട്ടൊന്ന് സഹകരിക്കണം. കാരണം ഇവിടെ വലിയൊരു വെളിപ്പെടുത്തലാണ് സജിന പറഞ്ഞിരിക്കുന്നത്. അപ്പം അതും ഇവിടെ ഒന്ന് പോലീസ് പരിശോധിക്കണം. പിന്നെ അത് മാത്രമല്ല, ഇവിടെ രേണുസുധിയെ ഇപ്പോൾ വലിച്ചിട്ടത് എന്തിനാണെന്ന് അറിയത്തില്ല. രേണുസുധിയുടെ അസുഖമൊക്കെ ഇവർക്ക് അറിയത്തില്ലായിരിക്കാം, ചിലപ്പോൾ അറിഞ്ഞിട്ടായിരിക്കാം. അല്ല എങ്കിൽ അവിടെ നടന്ന സംഭവങ്ങൾ ഇവർ ചിലപ്പോൾ ഇവരുടെ ഇന്റർവ്യൂവിൽ ഉൾപ്പെടുത്തിയതായിരിക്കാം. എന്തായാലും രേണുസുധിയെ കുറിച്ചും ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. പിന്നെ ഇവർ ഈ ഇന്റർവ്യൂവിൽ ഉടനീളം പറഞ്ഞ ഫിറോസുമായിട്ടുള്ള ബന്ധത്തിന്റെ കാര്യങ്ങളും പല കാര്യങ്ങളും ഒക്കെ നമുക്ക് കേട്ടിട്ട് സത്യമാണെന്ന് ഉൾക്കൊള്ളാൻ വലിയ പാടാണ്. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഇതിന്റെ എന്തൊക്കെയാണ് മറുവശം എന്നുള്ളത് സജിന ഫിറോസ് വന്ന് പറയണം, അതോടൊപ്പം തന്നെ ദിയ വന്ന് പറയണം. അവർ വന്ന് ഇതൊക്കെ വെളിപ്പെടുത്തും. അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം. മറ്റൊരു വീഡിയോ കാണാതിരിക്കും എല്ലാവർക്കും.